അങ്ങനെ ഞാനും വിഷ്ണു ചേട്ടനും കൂടി പിന്നെ ആ സൈഡിലോട്ട് തന്നെ പോവുകയാണ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരല്ല, വേറൊരാൾ കൂടി ഉണ്ട് ഞങ്ങളുടെ കൂടെ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി രാവിലെ തന്നെ പണി തുടങ്ങിയിട്ടുണ്ട്. ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ 3 ഭാഗത്തും പ്ലേറ്റ് പൊട്ടി ചെയ്തിട്ടുണ്ട്. അതിന്റെ ഗ്ലാസ് ബ്രിഡ്ജ് വെക്കാനുള്ള ഫ്രെയിമാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോ വീഡിയോയിൽ കാണുന്ന ഒരു വലിയ ബീമാണ്, ഏകദേശം 5.5 മീറ്റർ നീളം മറ്റാണ് അതിനുള്ളത്. ഇപ്പൊ ഇവിടുത്തെ ഒരു വർക്ക് നോക്കുവാണെങ്കിൽ ഇത്തരം 3 ബീം നമുക്ക് ആവശ്യമായിട്ട് വരും. ഇനി ഈ കാണുന്ന ബീം എല്ലാം കട്ട് ചെയ്ത് ഇതിന്റെ ആ ഒരു ഫ്രെയിം സെറ്റ് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ ഇനി അവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഈ നമ്മുടെ കൂടെയുള്ള 2 ചേട്ടന്മാരുടെ പേരും വിഷ്ണു എന്നാണ്. അങ്ങനെ വിഷ്ണു ചേട്ടനെ അളന്ന് കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നിരന്തരമായ പരിശ്രമങ്ങൾ കൊണ്ട് ഞങ്ങൾ അതൊരു സ്ക്വയർ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും പണി കഴിഞ്ഞ സമയത്തിന് ഉച്ചയായി. ഇനി പിന്നെ എല്ലാവരും ചോറ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. അതിന് അത്രയും വർക്ക് ഉണ്ടായിരുന്നു. നമുക്ക് സമയം എടുത്ത് ചെയ്യുന്ന വർക്ക് തന്നെയാണ് അത്. അത്രയും ആദ്യം നമ്മൾ സ്പോട്ട് ചെയ്ത് നോക്കും, പിന്നെ അതിന്റെ അളവും കാര്യങ്ങളൊക്കെ വെച്ച് എവിടെയെങ്കിലും എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെയ്തത് ക്ലിയർ ആക്കണം. അപ്പൊ അതുകൊണ്ടാണ് അത്രയും സമയമായത്. ഞങ്ങൾ ചോറ് കഴിക്കുന്നതിന്റെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത സമയത്ത് വിഷ്ണു ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു ചോറ് കഴിക്കാനും സമ്മതിക്കുന്നില്ലേന്ന്. അങ്ങനെ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇനിയിപ്പോ 2 മണിക്ക് നമ്മൾ പണിക്ക് കയറുള്ളൂ. ആ ഒരു സമയത്ത് ഞാൻ ഇവിടുത്തെ ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. ഇത് നമ്മൾ സ്കഫോർഡ് സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഇത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ പൊട്ടിച്ച സ്ഥലത്ത് പ്ലേറ്റ് അടിച്ചിട്ടുണ്ട്. ആ ഒരു വിഷ്വൽസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല, കാരണം ആ ഒരു സമയത്ത് ഫോണിന്റെ ചാർജ് തീർന്നായിരുന്നു. ആ ഒരു പ്ലേറ്റ് ആ ഒരു സ്ഥലത്ത് ഇറങ്ങി നിൽക്കാൻ പാകത്തിന് നമ്മൾ അതിന്റെ ആ ഭിത്തി നമ്മൾ പൊട്ടിക്കും. പിന്നെ അത് കഴിഞ്ഞാണ് നമ്മൾ അവിടെ സെറ്റ് ചെയ്തത്. ഇതാണ് സൈഡിലെ സ്റ്റോറേജ് റൂം. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇവിടെയാണുള്ളത്. നമ്മുടെ ടൂൾസും സാധനങ്ങളും നമ്മുടെ കംപ്ലീറ്റ് സാധനങ്ങളും നമ്മൾ വെക്കുന്നത് ഇവിടെയാണ്. അതിന്റെ അങ്ങേ ഭാഗത്തായിട്ട് ഒരു പൈപ്പ് കാണാൻ പറ്റുന്നുണ്ട്. അവിടെയാണ് നമ്മൾ കൈ കഴുകുന്നത്. പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ അവിടെ ഒരു ചെറിയ ജനറേറ്റർ ഇരിപ്പുണ്ട്. അത് വർക്ക് ചെയ്യുന്നതാണോ എന്നറിയത്തില്ല. പ്ലേറ്റ് അടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബോൾട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ബീമിന്റെ ഫുൾ സൈസ് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത്രയും വലിയ ബീമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 5.5 മീറ്റർ നീളം വരും ഇതിന്. അതുപോലെ തന്നെ 150 കിലോ വെയിറ്റും വരും. ഇത് ഞങ്ങൾ തന്നെ ചെയ്തിട്ടുള്ള സ്റ്റെയർ ആണ്. ആ സ്റ്റെയറിന്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. സാധാരണ ഞാൻ ചോറിട്ട് കഴിഞ്ഞ് സ്റ്റെയർ കയറി മേളിൽ പോയി അവിടെ ഇരിക്കുവാണ് പതിവ്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ആ ഒരു സ്പോട്ടിലാണ് ഞാൻ ഇരിക്കുന്നത്. സ്റ്റെയറിന്റെ ഓരോ പോർഷനിലും അടിച്ചിരിക്കുന്ന ഏകദേശം 3/4 ഇഞ്ച് സൈസിലുള്ള വി ബോർഡാണ്. വി ബോർഡിൽ നമ്മൾ ഡയറക്റ്റ് സെൽ സ്ക്രൂ അടിച്ചാണ് മുറുക്കി വെച്ചിരിക്കുന്നത്. വീഡിയോയിൽ ക്ലിയർ ആണോ എന്ന് അറിയത്തില്ല. ആ കാണുന്ന സെൽ സ്ക്രൂ ആണ്. അത്രയും വലിയ സെൽ സ്ക്രൂ, ഏകദേശം 1 ഇഞ്ച് സൈസിലുള്ള 1.5 ഇഞ്ച് സൈസിലുള്ള സെൽ സ്ക്രൂ ആണ് നമ്മൾ അതിന്റെ ആവശ്യത്തിനായിട്ട് ടൈറ്റ് ചെയ്യുന്നത്. ഈ സ്റ്റെയർ പിടിപ്പിച്ചിരിക്കുന്നത് ഭിത്തി പൊട്ടിച്ച് പ്ലേറ്റ് അടിച്ച് അതിൽ തന്നെയാണ് ഈ സ്റ്റെയർ പൊള്ളിച്ചിരിക്കുന്നത്. ഇപ്പൊ ഞാനിപ്പോ വീഡിയോയിൽ കാണിക്കുന്നത് ആ ഒരു ഓരോ പോർഷനിലും ഓരോ പ്ലേറ്റ് വന്നിട്ടുണ്ട്. അതാണ് ഇപ്പൊ നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. വീഡിയോയിൽ കാണാം ആ ഒരു ഭാഗത്തായിട്ട് ഒരു പ്ലേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇപ്പുറത്തെ ഒരു പ്ലേറ്റ് ഉണ്ട്, അതുപോലെ അവിടെ ഒരു പ്ലേറ്റ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു പ്ലേറ്റ് ഉണ്ട്. അങ്ങനെ 3-4 ഭാഗത്തായിട്ട് നമ്മൾ പ്ലേറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് സ്റ്റെയർ വരുന്നതിന് മുന്നേ തന്നെ താൽക്കാലികമായിട്ട് പണിത് വെച്ചിരിക്കുന്ന ഒരു സ്റ്റെയർ ആണ്. ഇപ്പൊ നമുക്ക് മാത്രമല്ല, വേറെ പണിക്കാരൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും സിമെന്റോ സാധനങ്ങളൊക്കെ മേളിൽ കൊണ്ടുവന്നെങ്കിൽ ഈ ഒരു സ്റ്റെയർ വഴിയാണ് കൊണ്ടുവരുന്നത്. അതുപോലെ നമ്മൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് മേളിലേക്ക് വരുവാണെങ്കിലും ഈ ഒരു സ്റ്റെയർ വഴി തന്നെയായിരിക്കും കയറി മേളിലേക്ക് വരുന്നത്. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രില്ലാണ്. ഇതേ ഡ്രില്ലാണ് ഇന്നലെ പണിമുടക്കായിട്ട് വിഷ്ണു ചേട്ടൻ നന്നാക്കാൻ വേണ്ടി കൊണ്ടുപോയത്. ബോക്സിനുള്ളിൽ പല സൈസിലുള്ള ബിറ്റും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. നമ്മൾ പ്ലേറ്റ് അടിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ ഒരു ബോൾട്ട് കാണിച്ചിരുന്നു. ആ ഒരു ബോൾട്ട് പ്ലേറ്റിൽ വെച്ച് ടൈറ്റ് ചെയ്യുന്ന സ്പാനറാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മൾ ഇതിൽ 13 സ്പാനർ വെച്ചാണ് നമ്മൾ ആ ഒരു ബോൾട്ട് ടൈറ്റ് ചെയ്യുന്നത്. ഈ കാണുന്ന കോൺക്രീറ്റിലാണ്, ചെറിയ കോൺക്രീറ്റില് നമുക്ക് എന്തെങ്കിലും ചെറിയ ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആ കാണുന്ന ആ ഒരു കേബിൾ നമ്മൾ പുതിയത് ഇട്ടതാണ്. പഴയ കേബിളിന് എന്തോ കുഴപ്പമായിട്ടാണ് ഇന്നലെ അത് പണി മുടക്കിയത്. അപ്പൊ നമ്മളത് റെഡിയാക്കി കൊണ്ടുപോയ സമയത്ത് അവർ മാറ്റി തന്നതാണ് ഈ പുതിയ കേബിള്. ഇത് നമ്മളിവിടെ ഉപയോഗിക്കുന്ന കട്ടറാണ്. അത് അത്യാവശ്യം നല്ല പവറുള്ള കട്ടറാണ്. നമുക്ക് ഇതിൽ ഈ ഒരു ഗ്രൈൻഡറിൽ, ഇത് ശരിക്കും ആംഗർ ഗ്രൈൻഡർ എന്നാണ് പറയുന്നത്. ഈ ഒരു ആംഗർ ഗ്രൈൻഡറിൽ നമുക്ക് ഏത് ടൈപ്പിലുള്ള വീലുകൾ നമുക്ക് ഉപയോഗിക്കാം. ഗ്രൈൻഡർ നമുക്ക് ഇവിടെ 2 ഗ്രൈൻഡർ ഉണ്ട്. അതിൽ ഒരെണ്ണം ഇപ്പൊ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഒരെണ്ണം എന്തോ പ്രശ്നമുണ്ട് ഒരെണ്ണത്തിന്. ഇത് നമ്മളിവിടെ സ്ക്രൂ ടൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധാരണ ഡ്രില്ലാണ്. ആ ഒരു ഡ്രില്ലില് നമ്മളൊരു ബിറ്റ് മേടിച്ച് ആ ഒരു ബിറ്റ് നേരെ പകുതിക്ക് മുറിച്ച് ആ ഒരു ഇതുകൊണ്ടാണ് സെൽ സ്ക്രൂ നമ്മൾ സ്റ്റെയറിന് ടൈറ്റ് ചെയ്ത് വി ബോർഡിൽ. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഗ്രൈൻഡിങ് വീലാണ്. ഇതൊരുവിധം ഉപയോഗിച്ച് തീരാറായതാണ്. അതുപോലെ അപ്പുറത്ത് ഇത് കട്ടിംഗ് വീലാണ്. ഇതാണ് നമ്മൾ മെറ്റൽ കട്ട് ചെയ്യാനെല്ലാം ഉപയോഗിക്കുന്ന ഈ ഒരു വീലാണ്. പിന്നെ ഇത് ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്ന മട്ടമാണ്. ഇത് എന്റെ സ്വന്തം മട്ടമാണ്. ഇത് ഞാൻ മേടിച്ച മട്ടമാണ്. പിന്നെ ഈ കാണുന്ന വീൽ എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ടൈല് കട്ട് ചെയ്യാനുള്ള വീലാണ്. ഞങ്ങൾ ഈ ഒരു വീൽ ഉപയോഗിച്ചാണ് വി ബോർഡ് എല്ലാം ഇവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു സ്ക്രൂ ആണ്. ഏകദേശം 1.5 ഇഞ്ചിന്റെ സ്ക്രൂ ആണ്. ഈ സ്ക്രൂ ഉപയോഗിച്ചാണ് നമ്മൾ വി ബോർഡ് എല്ലാം ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്ക്രൂ ടൈറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ബിറ്റാണ്. ഈ ഒരു ബിറ്റ് കൊണ്ടാണ് നമ്മൾ എല്ലാ സ്ക്രൂവും ടൈറ്റ് ചെയ്യുന്നത്. ഈ ബിറ്റ് ഏകദേശം കൃത്യം പകുതിക്കായിട്ട് മുറിക്കും. അങ്ങനെ ആ ഒരു മുറിച്ച ബിറ്റിന്റെ ആ ഒരു പോർഷൻ മാത്രമാണ് ഡ്രില്ലിൽ ടൈറ്റ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ഞങ്ങളിവിടെ ഉപയോഗിക്കുന്ന റാഡാണ്. ഏകദേശം 12ന്റെ റാഡാണ് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ബോൾട്ടിന്റെ ചെറിയ സൈസ് ബോൾട്ടാണ്. നമുക്ക് ചെറിയ ആവശ്യത്തിനൊക്കെ ആയിട്ട്, അതായത് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ എന്തെങ്കിലും ഹോൾഡ് ചെയ്ത് ഭിത്തിയിൽ എന്തെങ്കിലും ഹോൾഡ് ചെയ്ത് പിടിപ്പിക്കാനുള്ളതൊക്കെ ആണെങ്കിൽ ഈ ഒരു ടൈപ്പിലുള്ള ചെറിയ പ്ലേറ്റിൽ ചെറിയ ബോൾട്ട് ടൈറ്റ് ചെയ്താൽ മതിയാവും. അങ്ങനെ സമയം ഏകദേശം ഒരു 2 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇനിയും പതിയെ വർക്കിലേക്ക് ഇറങ്ങുവാണ്. ഇപ്പൊ സമയം ഏകദേശം ഒരു 4 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് പിന്നെയും തിരിച്ച് സൈറ്റിൽ വന്ന് പിന്നെയും പണി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വന്ന് പിന്നെ കുറച്ച് പണിയൊക്കെ ചെയ്തു. പിന്നെ 5 മണി കഴിഞ്ഞ്. 5 മണി കഴിഞ്ഞാൽ പിന്നെ അറിയാലോ, 5 മണി കഴിഞ്ഞാൽ തന്നെ മടുപ്പാണ്. എങ്ങനെയെങ്കിലും നമ്മൾ പണി ഒതുക്കി പോകാൻ വേണ്ടിയുള്ള സമയം. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം വർത്താനമൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ സംസാരം ചെയ്യുന്ന സമയത്ത് കുറെ സമയം പോയി. അങ്ങനെ 6 മണി ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് 9 മണി മുതൽ 6 മണി വരെയാണ് ഞങ്ങളുടെ സമയമുള്ളത്. അപ്പോൾ 6 മണിയായി. ഇനിയിപ്പോൾ ഞങ്ങൾ പതിയെ വീട്ടിലേക്ക് പോവാണ്.